ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിച്ചു. കടക്കരപ്പള്ളി സ്വദേശിനി വീട്ടമ്മയുടെ വെളിപ്പെടുത്തലിൽ ആരോപണ വിധേയന ഫ്രാങ്ക്ലിൻ്റെയും സുഹൃത്ത് സോഡ പൊന്നപ്പൻ്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ നൽകുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പറയൂ. സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്നെന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഈ വെളിപ്പെടുത്തലൊക്കെ വളരെ നിർണായകമായാണ് അന്വേഷണ സംഘം കാണുന്നത്. അതിൽ ഒന്ന് ആ വീട്ടമ്മയുടെ വെളിപ്പെടുത്തലും വീട്ടമ്മ തന്നെ പുറത്തുവിട്ട സോഡ പൊന്നപ്പൻ എന്ന് പറയുന്ന ആളുമായി സംസാരിച്ച ശബ്ദ സന്ദേശവുമാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ 2-3 പേരുകൾ അധികമായി പറയുന്നുണ്ട്. അതെല്ലാം ഇടനിലക്കാരാണ്, സ്ഥലക്കച്ചവടക്കാരാണ് എന്നുള്ളതാണ് ഈ കേസിൻ്റെ സെബാസ്റ്റ്യനുമായുള്ള ബന്ധമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന മറ്റൊരു ഘടകം. അതുകൊണ്ട് ഈ ശബ്ദ സന്ദേശത്തിലുള്ള ആളുകളെ പൂർണ്ണമായും ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. ഏകദേശം ഒരു 11 മിനിറ്റിലധികം ദൈർഘ്യമുണ്ട് ഈ ശബ്ദരേഖയ്ക്ക്, ഫോൺ സംഭാഷണത്തിന്. അതിൽ പറയുന്ന ആളുകളെ ഇതിനോടകം തന്നെ അതിൽ ചില ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് കാര്യമായ പുരോഗതി, ഈ അന്വേഷണത്തിന് ഉതകുന്ന പുരോഗതി ലഭിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ഈ ആരോപണ വിധേയനായിരിക്കുന്ന ഫ്രാങ്ക്ലിൻ, ഒപ്പം ഈ സംഭവം പുറത്തറിയിച്ച സോഡ പൊന്നപ്പൻ, ഇവരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഈ ഫ്രാങ്ക്ലിന് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയാനുള്ളത്. ഒപ്പം മറ്റൊരു നിർണായകമായ നീക്കം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നീക്കമാണ്. ഇതുവരെ ആലപ്പുഴ ടീമിന് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടില്ല. ആലപ്പുഴ ടീം അന്വേഷിക്കുന്നത് ബിന്ദു പത്മനാഭൻ കേസ് മാത്രമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം അടുത്ത ദിവസം കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. 26 വരെയാണ് സെബാസ്റ്റ്യൻ്റെ റിമാൻഡ് കാലാവധി ഉള്ളത്. SK.